അറിവിന്റെ അവസാന വാക്കാണ് അശ്വമേധമെങ്കിൽ നെറിവിന്റെ അവസാന വാക്കല്ല ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൽപേര് സുശീല. നല്ലതു മാത്രമേ പറയൂ, നല്ലത് മാത്രമേ ചിന്തിക്കൂ. ഏതൊരു പരിപാടിക്കും ഒരു മത്സരാർത്ഥി ആവശ്യമാണല്ലോ. അന്നും ഇന്നും എന്നും എന്നോട് മത്സരിച്ച് പരാജയപ്പെടുവാനായി ഒരു മത്സരാർത്ഥിയെ ഞാൻ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട്. അതാരാണെന്ന് അറിയാത്തവരുണ്ടോ? ഇന്ന് ഇവിടെ ഈ നിമിഷം വിജ്ഞാനം എന്തെന്നറിയാത്ത അജ്ഞാന ഗോളത്തിലെ ആസ്ഥാന നായിക തങ്കം എന്ന തിങ്കിങ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഹുങ്കി. 3 കെട്ടി ഡിവോഴ്സായി 4ാം കെട്ടിന് വേണ്ടി കേരള മാട്രിമോണിയിൽ പരസ്യം കൊടുത്ത് റെഡിയായിരിക്കുന്ന തങ്കമ്മ തങ്കപ്പൻ. തങ്കം ഫ്രം വീടുകളുടെ ലോകം. സുസ്വാഗതം. Glad to meet you. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛന്റെ പേര് തങ്കപ്പന്ന എന്ന് വെച്ചാൽ കൾച്ചറില്ലാത്ത പേര് ഇനി മേലെ എന്നെ വിളിക്കരുത് കേട്ടോ. ചമ്മിപ്പോയതിന്റെ ദേഷ്യ. സാരമില്ല താങ്ക്. ഈ പരദൂഷണ യുദ്ധത്തിൽ എന്നോടൊപ്പം മത്സരിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. ഈ ഹോട്ട് സീറ്റിൽ കയറിയിരുന്ന പൊള്ളലേൽക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. ഈ അടുത്ത കാലത്തെ കൊച്ചമ്മ ഗ്രാൻഡ് മാസ്റ്റർ ഇല്ലേ അശ്വമേധത്തിലെ, ആ പുള്ളിയുടെ മുന്നിൽ പോരുന്ന തോറ്റന്റെ ചൊരുക്ക് തീർക്കുന്നത് എന്നോടാ. യോ എന്തോ ഒരു ജാടയായിരുന്നു. താങ്കളുടെ ഈ പ്രോഗ്രാം ലൗഡ് സ്പീക്കർ കാണുമ്പോഴെല്ലാം താങ്കളുടെ മുഖം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മറ്റൊരാളെയാണ്. എനിക്ക് മലാല യൂസഫ്സായിയെ ഓർമ്മ വരും. മലാലയുടെ ആത്മകഥ. യാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് സുശീല വിചാരിച്ച വ്യക്തി പുരുഷനാണോ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഈ ഓട്ടൻതുള്ളൽ അല്ലാതെ വളരെ പ്രസിദ്ധമായ മറ്റു കലകളിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ആ കല നാടകം തന്നെയാണോ? ആണ്. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അതെ. കൺഗ്രാറ്റുലേഷൻസ് സുശീല. പറയൂ. മലബാർ രാമൻ നായർ, മലബാർ വി രാമൻ നായർ. നിറയെ അറിവ്, ചെറിയ ഇടവേള. പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ടു കൊതിച്ചു, നാക്കിൽ വെള്ളം കൊതിച്ചു, കൊമ്പത്തു നോക്കി നിന്നു, ദൂരെ നിന്നു കഥ പറഞ്ഞു. ചാർജിരിക്കണം, ഞാൻ ഇനി പാടില്ല. ഒരു നല്ല സംഭവമാണോ? അതെ. മുകുന്ദരാജയുമായി ബന്ധമുണ്ടോ ആ സംഭവത്തിന്? ഉണ്ട്. ഉണ്ട്. സുശീല വിചാരിച്ച ആ സംഭവം കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനമാണ്. ആ സംഭവം ശരിയാണോ? അതെ. സുശീല അശ്വമേധത്തിൽ നാട്ടു മുഴുവൻ ഫ്ലെക്സ്, മലപ്പുറം കത്തി, കിട്ടാത്ത മുന്തിരി എൻഡോസൾഫൻ. സാരമില്ല താങ്ക്. നിന്റെ ഈ അസൂയയും വിഷമവും ഒക്കെ മാറ്റാൻ വേണ്ടി ഈ ഹോട്ട് സീറ്റ് നിനക്കായി തുറന്നിട്ടിരിക്കുകയാണ് നിന്റെ ഈ കൊച്ചമ്മ. സിറ്റ് ഡൗൺ. അങ്ങനെ വഴിക്കും വാ. സിറ്റ് ഡൗൺ. അല്ലെങ്കിൽ വേണം ഞാനിപ്പോ ഇവിടെ ഇരുന്നേക്കാം. നീ ഒരാളെ ആലോചിക്ക്. ഓ, നിന്റെ 4ാം കെട്ടിന്റെ കാര്യം ആലോചിക്കാനല്ല, എനിക്ക് കണ്ടുപിടിക്കാൻ ഒരാളെ ആലോചിക്ക്. ആലോചിച്ച്. തങ്കമണി ആലോചിച്ച വ്യക്തി നമ്മുടെ വി ഗേറ്റ് ജമാലു അപ്രൂവ് ചെയ്യുന്നുണ്ടോ? അപ്രൂവ്ഡ്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നമ്മളെ സഹായിക്കാൻ ഊട്ടി കിമോണ തയ്യാറാണോ? തയ്യാറാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം യജ്ഞം. എന്താ നിനക്കൊരു പുജ്ഞം? അല്ല കൊച്ചമ്മ, നമുക്കങ്ങ് തുടങ്ങാം യജ്ഞം. തങ്കമണി വിചാരിച്ച വ്യക്തി ഇന്ത്യൻ ആണോ? അയ്യോ കൊച്ചമ്മ, തമിഴ്നാട് ഇന്ത്യയിലല്ലയോ? അതെ. അമ്മ ജയിലായ പിന്നെ അതും ഇന്ത്യയിൽ തന്നെയാണ്. അതെ, ഇന്ത്യയിൽ തന്നെയാണ്. പുരുഷൻ? വെട്ടൂർ പുരുഷനൊന്നും അല്ല. ആർട്സ്, സ്പെയർ പാർട്സ്, കൾച്ചർ, അഗ്രികൾച്ചർ ഇവയിൽ ഏതെങ്കിലും ഒന്നാണോ? അതെ. ആർട്സ്? അതെ. സിനിമയാണോ? എക്സാക്ട്ലി.
ഇപ്പോഴും സിനിമയിൽ സജീവമാണോ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. രാഷ്ട്രീയമുണ്ടോ അവർക്ക്? അതെ കൊച്ചമ്മ, ഉണ്ട്. തമിഴ്നാട്ടുകാരിയായ ഇപ്പോൾ സിനിമയിൽ ഇല്ലാത്ത രാഷ്ട്രീയക്കാരിയായ ആ നിർഭാഗ്യവതി. ഹൂ ഈസ് ദാറ്റ് മനോന്മണി? എനി ക്ലൂസ്? പാവം കൊച്ചമ്മ. ഞാനൊരു ക്ലൂ തരട്ടെ. ഈയിടെ അവരൊരു രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ഒരു മുതിർന്ന നേതാവ് അവർക്കൊരു ഉമ്മ കൊടുത്തു. മതി, എനിക്ക് നിന്റെ ക്ലൂ ഒന്നും വേണ്ട. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇപ്പൊ തന്നെ ഒരു 8 ചോദ്യം ചോദിച്ചില്ല കൊച്ചമ്മ, ഇനി എന്തോ 2? നിനക്ക് ഈ മാസത്തെ ശമ്പളം വേണോ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കേ. താങ്ക് പ്രേക്ഷകർ കേൾക്കാതെ നീ എനിക്ക് ആ ഉത്തരം പറഞ്ഞതാ. അപ്പൊ കൊച്ചമ്മ തോറ്റ്. അങ്ങനെയൊന്നുമല്ല, നിനക്കും ഒരു അവസരം തരണമല്ലോ. തങ്ക ഉത്തരം പറഞ്ഞോളൂ. കൊച്ചമ്മ തോറ്റെന്ന് സമ്മതിക്കാതെ ഞാൻ ഉത്തരം പറയത്തില്ല. തോറ്റ്. സമ്മതിച്ചോ? ഞാൻ പറയട്ടെ, സിനിമാ നടി നഗ്ന. എന്തൊന്നും തങ്ക ഈ പറയുന്നേ? മറ്റേ പ്രഭുദേവയുടെ കൂടെ ഒക്കെ മറ്റേ ആ പാട്ടൊക്കെ ഇല്ലോ, എന്തോ എന്നവളെ അടി എന്നവളെ. എടി തങ്കു, ആ അത് നഗ്നയല്ല, നഗ്മ. ആ നഗ്മ. നഗുമോ ഓ ദനയേ. ജമാലു, റിപ്പോർട്ട് ദ സ്റ്റോറി ഓഫ് നഗ്ന. നഗ്മ. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ രോമാഞ്ചമായിരുന്നു നഗ്മ. എണ്ണം പറഞ്ഞ തെലുങ്ക് സിനിമകളിലൂടെയും കാതലൻ പാഷ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലൂടെയും നഗ്മ തമിഴ് പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചു. ബോളിവുഡിലും നഗ്മ അർദ്ധനഗ്നയായി തൻ്റെ അഭിനയ പാടവം തെളിയിച്ചു. അമിതാഭ് ബച്ചൻ, രജനി, ചിരഞ്ജീവി, പ്രഭുദേവ, നാഗാർജുന തുടങ്ങി അറിയപ്പെടുന്ന താരശൃംഗങ്ങളെല്ലാം നഗ്മയുടെ നായകനായി. അങ്ങനെയിരിക്കെയാണ് ഉണ്ടിരിക്കുന്ന നായർക്ക് ഒരു വിളി തോന്നി എന്ന് പറയും പോലെ നഗ്മയുടെ രാഷ്ട്രീയ പ്രവേശനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള അടക്കാനാവാത്ത അഭിനിവേശം നഗ്മയെ കറകളഞ്ഞ ഒരു രാഷ്ട്രീയക്കാരിയാക്കി. പക്ഷേ എന്തു ചെയ്യാം, പദവികളൊന്നും തന്നെ ഈ ഗ്ലാമർ താരത്തെ തേടിയെത്തിയില്ല. 2007-ലും 2009-ലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുമൊക്കെ കയ്യെത്തും ദൂരത്തു നിന്ന് നഗ്മയ്ക്ക് നഷ്ടമായി. 2014-ലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മീററ്റിൽ വെച്ച് മറ്റൊരു കോൺഗ്രസ് MLA ഗജരാജ സിംഗ് ഒരു ഗജരാജ ആക്രാന്തം കാണിക്കുകയും നഗ്മയെ ചുംബിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയകൾ അത് ആഘോഷിച്ചു. വീണ്ടും ഇതുപോലൊരു പെരുമാറ്റം മീററ്റിൽ നിന്നുമുണ്ടായപ്പോൾ നഗ്മ ഒരാളുടെ ചെവിക്കല്ലിനിട്ട് പൂശി. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറി ഉത്തരത്തിലുള്ളത് കിട്ടാതെ കക്ഷത്തിലുള്ളത് നഷ്ടപ്പെടുത്തിയ നഗ്മ എന്തേ ഈ രാഷ്ട്രീയ രംഗത്തെ കുതികാൽ വെട്ടെന്ന നഗ്മ സത്യം കാണാതെ പോയി? ഓർക്കുമ്പോൾ ജമാലുവിന് പോലും കരച്ചിൽ വരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ സിനിമാ നടികളുടെ ജീവിതം. ശലഭ ജീവിതമാണ് മോളെ, ശലഭ ജീവിതം. സത്യം കൊച്ചമ്മ, ആ നഗ്ന അറിഞ്ഞോ അവരുടെ നഗ്ന സത്യങ്ങൾ വല്ലോ?